നമുക്ക് പറ്റിയ തെറ്റെന്തെന്നറിയുമോ? നാം ദീൻ പഠിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ചതും ഒക്കെ വിശുദ്ധ ഖുർആനിൽ നിന്നും അകന്ന് മൗലൂദിന്റെ കിതാബ് പോലുള്ള വ്യക്തികളുടെ അഭിപ്രായങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നുമായി പോയി. മൗലൂദിന്റെ കിതാബ് വ്യക്തികളുടെ അഭിപ്രായമാണ്, അത് വെറും മനുഷ്യരുടെ ചിന്താഗതിയാണ്. അതിന്റെയും അപ്പുറത്ത് ജൂതന്മാരുടെ ഷിയാക്കളുടെ കുടില തന്ത്രമാണ് എന്നതിന്റെ വ്യക്തമായ തെളിവ് എന്റെ കയ്യിൽ. മൗലൂദിന്റെ കിതാബ് ഷിയായിസമാണ്, തെളിയിച്ചേരാൻ പറ്റും. മൗലൂദിന്റെ കിതാബിൽ ഇസ്ലാമിൽ ഒരു പ്രാമാണികതയുമില്ല, ഒരു പ്രാധാന്യവുമില്ല. എത്ര 100ന്റെ എത്ര 1000ന്റെ ഏടാണെന്ന് പറഞ്ഞാലും, എത്ര പൈസക്ക് വിറ്റാലും, എത്ര പോലീസ് പറഞ്ഞാലും ദീനുൽ ഇസ്ലാമുമായിട്ട് മൗലൂദിന്റെ കിതാബിന് യാതൊരു ബന്ധവുമില്ല. മറിച്ച് ബന്ധം ഷിയായിസവുമായിട്ടാണ്. തെളിയിച്ചേരും നിങ്ങൾക്ക്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയും. അതിനെ ഖണ്ഡിക്കാൻ, അത് ശരിയല്ലെന്ന് പറയാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ, തെളിവുദ്ധരിച്ചുകൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ വെല്ലുവിളിക്കുന്നു ഞാൻ. മൗലൂദിന്റെ കിതാബ് ഷിയാക്കളുടെ ഗ്രന്ഥമാണ്, ജൂതന്റെ ഗ്രന്ഥമാണ്. അത് മുസ്ലിമിന്റെ കിതാബല്ല. മുസ്ലിമിനെ പറ്റിച്ചതാ, ചതിച്ചതാ, അവനെ ചൂഷണം ചെയ്തതാ. വിശുദ്ധ ഖുർആൻ മടക്കി വെച്ചു. മൗലൂദിന്റെ കിതാബ് ഓതിയും പാടിയും രസിച്ചും സുഖിച്ചും ഭക്ഷണം കഴിച്ചും സുഖരോഗന്മാരും ആർത്തിയുള്ളവരും വളർച്ചയുള്ളവരും ഉമ്മത്തിനെ ചൂഷണം ചെയ്ത് കാശുണ്ടാക്കാൻ, ഷിയായിസത്തിന്റെ വേരുകളെ ഉമ്മത്തിന്റെ ഇടയിൽ വേരുറപ്പിക്കാൻ ജൂതനുണ്ടാക്കിയ വെറും പുസ്തകം. ഇതിന്റെ അപ്പുറത്തെ മൗലൂദിന്റെ കിതാബിന് ഒരു സ്ഥാനവും ഖുർആനും സുന്നത്തും പ്രാമാണികമായിട്ടുള്ള ഇസ്ലാമിനില്ല. തെളിവ് നമ്പർ 1 കേട്ടോളൂ. ആർക്കും നോക്കാം, ആർക്കും പരിശോധിക്കാം. ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ കിതാബ് ഞാൻ കൊണ്ടുവന്നിട്ട് അറബി വായിച്ചർത്ഥം പറഞ്ഞുതരാം. ധൈര്യത്തോടെ, പൂർണ്ണ ധൈര്യത്തോടെ പറയാം. അത് ഷിയാക്കളുടെ, നിങ്ങൾക്ക് കേരളക്കാർക്ക് ഷിയാക്കളെ അത്ര പരിചയമില്ല. നമ്മൾ ബഹ്റൈനിലുണ്ടായ സമയം ഷിയാക്കൾ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ശരിക്കും പഠിച്ചു ഷിയാക്കളെ. ആദർശം എന്താണ്, ആചാരം എന്താണ്, അനുഷ്ഠാനം എന്താണ്. ഒരു ഉദാഹരണം പറയാം. മൗലൂദിന്റെ അല്ല, ഷിയായിസത്തിന്റെയും കേരള ഷിയാക്കളുടെയും തമ്മിലുള്ള ബന്ധത്തെ തെളിയിക്കുന്ന ഉദാഹരണം. വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച, തൗഹീദിന്റെ ചർച്ച. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ലാഹു അല്ലാത്തവരെ വിളിക്കാൻ നിങ്ങളുടെ തെളിവെന്താണ്? അപ്പൊ ഒരാള് ഇന്നമാ വലിയ്യുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ. ഏതാ? സൂറത്തുൽ മാഇദ, ഓർമ്മ ശരിയാണെങ്കിൽ. തെളിവതാ. നമ്മൾ ചർച്ചകൾ പോയി. ആഴ്ചകൾക്ക് ശേഷം ബഹ്റൈൻ എയർപോർട്ടിൽ നിന്നും ഒരു കുവൈറ്റി പരിചയപ്പെട്ടു. അവന്റെ വായിന്ന് കള്ള് നാറുന്നുണ്ട്. നാട്ടിലേക്ക് വരാൻ വേണ്ടി ഇരിക്കുകയാണ് എയർപോർട്ടിൽ. സംസാരിച്ചിങ്ങനെ വന്നു. എന്റെ കോലം കണ്ടപ്പോ ഫസ്റ്റ് ദായിഷിനെ മനസ്സിലായോ? IS. എന്റെ കോലം കണ്ടപ്പോ തോന്നിപ്പോയി പാവത്തിന്. അങ്ങനെയാണല്ലോ ജൂതർ IS-നെ ഉണ്ടാക്കിയിട്ടുള്ളത്, താടിയിലും കറുത്ത കോലത്തിലും. അങ്ങനല്ല, സലഫിയ. അപ്പൊ ചെറിയൊരു വിയോജിപ്പ്. കാരണം നമ്മളെ കണ്ടാ കടിച്ചു കൂറും ഷിയാക്കള്. കുറെ സംസാരിച്ചു. വളരെ കൂളായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ കൂളാച്ചു. നിങ്ങൾ എന്തിനാണ് യാ അലി എന്ന് വിളിക്കുന്നത്? ഓന് ഓതി ആയത്തറിയോ? ഇന്നമാ വലിയ്യുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ. എന്താണ് ഇവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? കേരളത്തിലെ ഷിയാക്കൾ മുഹീദ്ദീൻ ശൈഖിനെയും ഉള്ളളത്തെ തങ്ങളെയും ജാറത്തെയും വിളിക്കാൻ ഓതുന്നു ഇന്നമാ വലിയ്യുക്കുമുല്ലാഹു വറസൂലുഹു. അറബി ലോകത്തെ ഷിയാക്കൾ ഇമാം അലിയെയും ഹുസൈനെയും വിളിക്കാൻ ഓതുന്നു ഇന്നമാ വലിയ്യുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ. എന്താ വ്യത്യാസം പറ? അതുകൊണ്ട് വ്യക്തമായി പറയാൻ കാരണം, ഈ ഷിയായിസത്തിന്റെ പേര് കേരളത്തിൽ ഉറപ്പിക്കാൻ ജൂതന്റെ അച്ചാരം പറ്റി ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. ചാരങ്ങളിലൂടെ, മഖ്ബറകളിലൂടെ, മൗലൂദിന്റെ കിതാബ് എന്ന ഷിയാ ഗ്രന്ഥത്തിലൂടെ. അതിന്റെ തെളിവൊന്ന് ഇമാം അലി മൗലിദ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് 333 വക മൗലൂദിന്റെ കിതാബിൽ. എന്റെ ശബ്ദം ഏതെങ്കിലും തലച്ചോറുള്ള ചെറുപ്പക്കാരൻ ഈ കാപ്പാട് നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നാളെ പോയി ചോദിക്കണം ബോധിപ്പിക്കുന്ന ഉസ്താദുമാരോട്. അർത്ഥം പറഞ്ഞതാ. ഇത് ശരിയല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ കിതാബിൽ കൊണ്ടുവന്നത്? ശരിയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ ജോലി അതാ, ഉമ്മത്തിന് സത്യം പറഞ്ഞു കൊടുക്കും.
കഥ നമ്പർ 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയി. ശരിയാണ്, സത്യമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു മിഅ്റാജിന് കൊണ്ടുപോയിട്ടുണ്ട്. ശരീരത്തോട് തന്നെ പോയിട്ടുണ്ട്. 7 ആകാശങ്ങളും കണ്ടിട്ടുണ്ട്. ഒരു സംശയമില്ല, അത് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു കൊടുത്ത മുഅ്ജിസത്താണ്. പക്ഷെ മിഅ്റാജിന് പോയപ്പോൾ അവിടെയുണ്ട് അലി ഇബ്ൻ അബി ത്വാലിബ് ആകാശലോകത്ത്. നബി ചോദിക്കുന്നു, അല്ലാഹുവേ, എനിക്ക് മുമ്പ് നീ അലിയെ മിഅ്റാജ് ചെയ്യിപ്പിച്ചുവോ? അല്ലാഹു പറയുന്നു, ഇല്ല നബിയെ, മിഅ്റാജ് ചെയ്യിപ്പിച്ചതല്ല, മറിച്ച് ആകാശലോകത്തുള്ള മലക്കുകൾക്ക് അലിയെ കാണാൻ വലിയ പൂതിയാണ്. താഴോട്ട് കൂടെ കൂടെ ഇറങ്ങി വരാൻ അവർക്ക് ബുദ്ധിമുട്ട്. കാരണം KSRTC ബസ്സിൽ വരണമല്ലോ ആകാശത്ത്, മലക്കുകൾക്ക് ഭയങ്കര പ്രയാസം. ആ പ്രയാസം മാറാൻ അലിജിന്റെ കോലത്തിൽ ഞാൻ ആകാശത്തൊരു മലക്കിനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. മലക്കുകൾക്ക് കാണാൻ തോന്നുമ്പോൾ ആ സൃഷ്ടിയെ വന്ന് കണ്ടിട്ട് സന്തോഷത്തോടെ മടങ്ങും. തെളിവുത മൗലൂദിന്റെ കിതാബിൽ ഖൈറും ബറക്കത്തും ഐശ്വര്യവും പറയുന്ന വിശ്വാസികളെ, തെളിവുത ഈ കഥ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അബൂബക്കർ സിദ്ദീഖിനേക്കാളും അലിജിന് പ്രാധാന്യം കൊടുത്ത കള്ളക്കഥ എവിടെ നിന്ന് കിട്ടി? ഉമർ ഫാറൂഖിനേക്കാളും ഉസ്മാൻ ഇബ്നു അഫ്ഫാനേക്കാളും അലി ഇബ്നു അബീ ത്വാലിബിന് പ്രാധാന്യം കൊടുത്ത് അലിജിന്റെ കോലത്തിൽ മലക്കുണ്ടായിട്ടുണ്ടെന്ന് വാദിക്കുന്ന കള്ളക്കഥ പ്രചരിപ്പിക്കുന്നവരെ തെളിവ് പറ, പ്രമാണമുദ്ധരിക്ക്. ഇല്ല, അബൂബക്കർ സിദ്ദീഖും ഉമർ ഫാറൂഖും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും ഷിയാക്കൾക്ക് ശത്രുക്കളാണ്. അവരുടെ വിശ്വാസത്തിൽ അവര് കാഫിറുകളാണ്. അവരെക്കാൾ വലിയവനായിട്ട് അലി ഇബ്നു അബീ ത്വാലിബിനെ കാണിക്കാൻ ഷിയാക്കളുടെ ആവശ്യമാണ്. അവരുണ്ടാക്കിയ കള്ളക്കഥ നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്ന മൗലൂദിന്റെ കിതാബിൽ എങ്ങനെ വന്നു? ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കണം. അത് ശരിയാണെങ്കിൽ പ്രമാണം ഉദ്ധരിച്ച് തെളിയിച്ചു തരണം. ഇതിന്റെ തമാശയും കളിയാ. ഇസ്ലാമല്ലേ ഇത്? ഖുർആനും സുന്നത്തും പ്രമാണമായിട്ടുള്ള ഒരു മതം തോന്നിയ പോലെ കളിക്കാൻ പറ്റിയ കോട്ടിയ. അടുത്ത കഥ അങ്ങനെ മുന്നോട്ട് പോയി. അർശിന്റെ മുമ്പിൽ വലിയൊരു സിംഹം. ഞാൻ ആകെ പേടിച്ചപ്പോൾ ഒരു അശരീരി വന്നു. പേടിക്കണ്ട, കയ്യിലുള്ള മോതിരമൂരി സിംഹത്തിന്റെ വായിലിട്ട് കൊടുത്താൽ മതി. ബാലരമ വായിക്കാറുണ്ടോ? വായിച്ചിട്ടുണ്ടോ പണ്ട്? ബാലമംഗളും ബാലരമൊക്കെ, മായാവിന്റെയും ഡിങ്കന്റെ കഥ. ഇതാണ് പള്ളിയിൽ നിന്നിട്ട് വായിക്കുക, പോലീസ് കിട്ടാൻ. ബാലമംഗളത്തിന്റെ കഥ പോലെ കള്ളക്കഥ. മോതിരമൂരി സിംഹത്തിന്റെ വായിലിട്ട് കൊടുത്തു. സിംഹം പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ സൽക്കാരം, വിരുന്ന് നബിക്ക്. സുപ്രവിരിച്ചു. സ്വർഗത്തിലെ പഴങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി. നബി പറഞ്ഞു, അല്ലാഹുവേ, ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാറില്ല, ആരെങ്കിലും വേണം. അപ്പോൾ ഒരു കൈ പ്രത്യക്ഷപ്പെട്ടു. നബി കുറച്ച് പഴം ആ കയ്യിൽ വെച്ചു കൊടുത്തു. കൈ പോയി. നബി ചോദിച്ചു, അല്ലാഹുവേ, ഇതാരുടെ കൈയാണ്? ആരുമില്ലാത്ത സ്ഥലത്ത്. അല്ലാഹു പറഞ്ഞു, സൗഫ തഅലം, പിന്നെ അറിയാം. സസ്പെൻസ്, ക്ലൈമാക്സ് കളയാൻ പറ്റൂല, പിന്നെ അറിയാം. എല്ലാം കഴിഞ്ഞു. ദുനിയാവിലേക്ക് വന്ന് സുബഹിക്ക് ശേഷം മദീനക്കാർക്ക് മിഅ്റാജിന്റെ സംഭവങ്ങൾ വിശദീകരിച്ചു കൊടുത്തുകൊണ്ടിരിക്കവേ അലി റളിയല്ലാഹു അൻഹു കടന്നു വന്നു. വന്നിട്ട് പോക്കറ്റിൽ നിന്ന് മോതിരം എടുത്ത്, നബിയെ, ഇത് നിങ്ങളുടെ മോതിരമല്ലേ? ഇന്നലെ എവിടെ ഇട്ടതാ? സിംഹത്തിന്റെ വായിലിട്ട മോതിരം അലിയുടെ കയ്യിൽ. അബൂബക്കർ സിദ്ദീഖ് അറിയുന്നില്ല. 1 നമ്പറാണ്. നബി കഴിഞ്ഞാൽ പിന്നെ 1 നമ്പർ അബൂബക്കർ സിദ്ദീഖ് അറിഞ്ഞിട്ടേ ഇല്ല. നബി വാങ്ങി. കൈ നോക്കുമ്പം സുപ്പയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അതേ കൈ. നബി പറയാണ്, കള്ളം പ്രചരിപ്പിക്കാൻ നബി പറയുന്നതായിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അലിയെ ചില്ലറക്കാരനല്ല, ഇച്ചിരി പ്രതാപവും മഖാമും അല്ലാഹുവിന്റെ അടുത്തുള്ള ആളാണ്. ഈ കള്ളക്കഥ ഷിയാക്കളുടെ കഥയല്ലെങ്കിൽ പിന്നെ ആരുണ്ടാക്കിയതാണ്? ഇസ്ലാമിക ലോകത്ത് വേറെ ആരാണ് അബൂബക്കർ സിദ്ദീഖിനേക്കാൾ, ഉമർ ഫാറൂഖിനേക്കാൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനേക്കാൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അലിക്ക് പ്രാധാന്യം കൊടുക്കാൻ കൽപ്പിക്കുന്നത്? ഷിയാക്കളാണ്. അവരുണ്ടാക്കിയ കള്ളക്കഥകളെ കെട്ടി നിറച്ച് ഒരുമിച്ച് കൂട്ടിയിട്ട് മുസ്ലിമീങ്ങളായ പാവങ്ങളുടെ മുമ്പിൽ വായിച്ചിട്ട് പാട്ടുപാടിയിട്ട്, എന്റെ പൊന്നു ചങ്ങാതിമാരെ, നിങ്ങളെ പറ്റിച്ചതും വഞ്ചിച്ചതും ചൂഷണം ചെയ്തതും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിൽ പറയരുത്. കാപ്പാട് വെച്ച് ഈ സമയം ഇത് സംസാരിക്കുമ്പോൾ ഇത് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അല്ലാഹുവിന്റെ കോടതിയിൽ ചോദിക്കപ്പെടും, അലം യഅതികും നദീർ,
മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലേ, പറഞ്ഞു തന്നിട്ടില്ലേ, പിന്നെന്തിന് പിന്നെയും വായിച്ചു വിശ്വസിച്ചു? മറുപടി നിങ്ങൾ കണ്ടെത്തണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ.